ആയോ? ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നലെ പെട്ടെന്ന് തന്നെ വീഡിയോ അവസാനിപ്പിക്കാൻ ക്കേണ്ട സിറ്റുവേഷൻ വന്നു. ഡോക്ടർ വന്നതാണ്. അപ്പോൾ ഒന്നും ആവാത്ത രീതിയിൽ ഇങ്ങനെ അവസാനിപ്പിച്ചു. ഇന്ന് കുറേ പേരൊക്കെ വിളിച്ചിട്ട് പനി മാറിയോ എന്നാണ് ചോദിക്കുന്നത്. പനിയാണ്, കണ്ടിന്യൂസ് ഫീവറാണ്. ഫോർത്ത് ഡേ ഇഞ്ചക്ഷൻ കഴിഞ്ഞു. ഇന്ന് 5th ഡേ ആണ്. ഇന്ന് കീമോ വേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു, ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ബ്ലഡ് കുറവായിരുന്നു, HP വളരെ കുറവായിരുന്നു. ഇന്നൊരു യൂണിറ്റ് ബ്ലഡ് കയറ്റി. അതിലൊരു മാറ്റം ഉണ്ടാവും എൻ്റെ ഫേസിന്. പിന്നെ ഞാൻ ഈ പറയുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ദൈവം ഇരുത്തുന്ന സമയമാണ്. ഞാൻ എൻ്റെ മക്കളെ കാണാൻ വീഡിയോയിൽ പോകുന്ന സമയമോ അതോ മറ്റാരെങ്കിലും ഞാൻ വിളിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ തളർന്ന് കിടക്കുന്ന അവസ്ഥയായിരിക്കും. മീൻസ് ഞാൻ കിടക്കായിരിക്കും. ഈ ഒരു ടൈം ആകുമ്പോൾ എനിക്ക് കിടക്കാൻ പറ്റില്ല. എൻ്റെ പനിയൊക്കെ മാറ്റി, മരുന്ന് തരും, മെഡിസിൻ ഉണ്ട്, എന്നാലും ആ പനിയൊക്കെ മാറ്റി എന്നെ വലിച്ചെടുത്ത് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാക്കി എൻ്റെ കർത്താവ് പറയ് എന്ന് പറഞ്ഞ് നമ്മളെ കിടക്കണോടത്തുനിന്ന് എനിക്ക് എണിപ്പിക്കില്ല രാവിലെയൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത്. അതേപോലത്തെ ഒരു അവസ്ഥയാണ് എൻ്റെ പിതാവ് എന്നോട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതും ഇങ്ങനെ വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഫ്രഷായിട്ട് ഇതിൻ്റെ മുമ്പിലിരിക്കുന്നത്. എനിക്ക് കൗൺസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഫീവർ കണ്ടിന്യൂസ് ഉണ്ട്. കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഫീവർ നിൽക്കുന്ന 3 കീമോ കൂടിയുണ്ട്. ഫീവർ നിന്ന് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാലാണ് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അറിയില്ല ദൈവത്തിൻ്റെ ഇഷ്ടം എന്താന്ന്. ഞാനിന്ന് കുറേ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോകാനുള്ളൊരു കൊതി. ഹോസ്പിറ്റലിൽ കുറേ നാൾ നിൽക്കുമ്പോഴും അതും കുട്ടികളൊക്കെ കാണാൻ പറ്റാത്തൊരവസ്ഥ. ഹസ്ബൻഡ് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ താഴെ വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ കൊറോണയുടെ ഒരു പ്രശ്നം കാരണം ഞാനും മമ്മിയും തന്നെയല്ലേ, പുറത്തേക്ക് വരെ ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഞാനിത് കുറേ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വെല്ലൂർ നിൽക്കുമ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. അപ്പോഴും ഞാൻ അവിടെ ആയാലും നമ്മുടെ മനസ്സിന് ഒരു ആട്ടം വരും. പിന്നെ കർത്താവുണ്ട് കൂടെ, അതെപ്പോഴും ഞാൻ വിശ്വസിക്കും. കർത്താവുണ്ട്, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. പക്ഷെ എന്താണ് ഇത് ഇങ്ങനെ എന്നുള്ളത്, കർത്താവിൻ്റെ പ്ലാൻ എന്താണ്? പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ, എൻ്റെ പനി മാറ്റി തരണേ. അതിനുള്ള എല്ലാം ദൈവം നമ്മളെ അവകാശികളാക്കി വെച്ചിട്ടുണ്ട്. മക്കളാണ്. ഇപ്പം നമ്മൾ എൻ്റെ യേശുപ്പ എൻ്റെ പനി മാറ്റി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പനി മാറുന്നില്ല. എന്തോ വലിയ ഉദ്ദേശമുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോസ് മുഴുവൻ ഈ റൂമിലിരുന്ന് ചെയ്ത് തീർക്കാനായിരിക്കും ദൈവത്തിൻ്റെ പ്ലാൻ. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പല തടസ്സങ്ങളുണ്ടാവുമായിരിക്കും, അറിയില്ല. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത്, എൻ്റെ സർജറീസൊക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആവരുത് എന്ന് പറഞ്ഞ് മസ്കറ്റിലേക്ക് പോയി ഞങ്ങൾ വീട് മാറ്റത്തിന് വരുന്നു. ആ വീട്ടിലേക്ക് ഞങ്ങൾ കയറുമ്പോൾ, വീട് മാറ്റത്തിന് നമ്മൾ വലത് കാലമൊക്കെ വെച്ച് കയറുന്ന ഒരു ചടങ്ങ്, അത് കയറുമ്പോൾ എൻ്റെ വയറ്റിൽ ഞങ്ങളുടെ കുഞ്ഞുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾക്കറിയില്ല, പക്ഷേ ആ വീട്ടിലേക്ക് കയറുമ്പോൾ എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ കുഞ്ഞ് വളരുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ്റെ മമ്മി അവർ ഇങ്ങനെ പറഞ്ഞു, വീട് മാറ്റം വലിയ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, എനിക്കതിനോട് താല്പര്യമില്ല. വളരെ ചുരുക്കി അങ്ങനെ കുറച്ച് പേരായിട്ട് നമുക്ക് ചെയ്താൽ മതി. അതൊരു എല്ലാവരെയും വിളിക്കാനുള്ള ഒരു ഇതാക്കണ്ട. അപ്പോൾ അവരമ്മ നല്ല സ്നേഹമുള്ള മമ്മി കേട്ടോ, പക്ഷെ എല്ലാവരുടെയും കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് സെലിബ്രേഷനൊക്കെ വെക്കാൻ, അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മമ്മിയോട് ചോദിച്ചു,
മമ്മി എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ മാമോദിശ നമുക്ക് ഗ്രാൻഡായിട്ടാണ് വയ്ക്കാം, എത്ര പേരെ വേണമെങ്കിൽ വിളിക്കാം. എനിക്കൊരു കുഞ്ഞുണ്ടാവും, എന്താ മമ്മിക്ക് ഉറപ്പില്ലേ? മോളെ എന്നാലും എന്നൊക്കെ പറഞ്ഞ് നിന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ കേട്ടത്. അധികം ചെറുതാക്കി ചുരുക്കി കഴിച്ചു, ഒരു വീട് മാറ്റി. അങ്ങനെ ഞങ്ങൾക്കൊരു മോളുണ്ടാവണു. എൻ്റെ അനിയത്തിക്ക് രണ്ടാമത്തെ ഒരു കുഞ്ഞ്, മോന് 1.5 വയസ്സ്. ഇവരൊക്കെ രണ്ടുപേരും 2.5 മാസത്തിന് വ്യത്യാസമുള്ള കുഞ്ഞുങ്ങൾ. അങ്ങനെ ആ സന്തോഷം ഞങ്ങളുടെ വീട്ടിൽ കാണാൻ കുറേ പേര് വന്നു. പ്രത്യേകിച്ചും എൻ്റെ കുഞ്ഞിനെ കാണാൻ കുറേ പേര് വന്നു. എനിക്ക് പോലും അറിയാത്ത കുറേ പേര് വന്നിട്ടുണ്ട്. ആരും ബ്ലെയിം ചെയ്യല്ല. എൻ്റെ മോൾക്ക് പതിഞ്ഞ മൂക്കുണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ച മെഡിസിനോൻ്റെ കാരണം കൊണ്ടാണെന്ന് ഒരു പക്ഷേ അതായിരിക്കും കാരണം, അല്ലെങ്കിൽ ഹെറിഡറ്ററി ആവാം, ഇങ്ങനെയാണ് പറഞ്ഞത് ഡോക്ടേഴ്സ്. അപ്പോൾ ഈ വരുന്നവർ ചിലവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നിനക്ക് എന്നാലും ഒരു കുഞ്ഞായാലും മോളെ, അത്രയും മഹത്വം ദൈവത്തിന് കൊടുത്ത് ഞങ്ങളിത് കാഴ്ച കാണാൻ വന്നതാണ്. എനിക്ക് ഒരു ഫീലിംഗ് വന്നത് മറിയത്തിൻ്റെ മടിയിൽ യേശു കർത്താവ് ഉണ്ണിയേശുവായിട്ട് ഇരിക്കുമ്പോൾ ആട്ടിടയന്മാരും അവരൊക്കെ കാണാൻ വന്ന ആ ഒരു ഫീലിങ്ങിൽ തന്നെയാണ് ഞാൻ ഇരുന്നിരുന്നത്. എൻ്റെ കുഞ്ഞിനെ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവളെ അണിയിച്ചൊരുക്കി നല്ല ഭംഗിയിലിരുത്തി ഞാനിങ്ങനെ ഇരിക്കും. ആരോടും നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാനല്ലേ വരുന്നത്, അങ്ങനെ കൊടുക്കും. പക്ഷേ ചിലർ വന്ന് കണ്ട് ഇങ്ങനെ നോക്കി അപ്പം തന്നെ പറയും, എന്തേ കുട്ടിയുടെ മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ നാട്ടുകാരാണ്, ആ സ്റ്റൈലാണ്, ഒക്കെ അറിയാം. പക്ഷേ പള്ളിയിൽ ഏറ്റവും വലിയ ടീമുകളായിരിക്കും, പ്രയറും കാര്യങ്ങളും ഒക്കെയുള്ള വിശ്വാസികളായിരിക്കും. വിശ്വാസം എന്നുള്ളത് എന്താണെന്ന്, ഞാനൊരു വിശ്വാസിയാണ് അല്ലെങ്കിൽ ഞാൻ കർത്താവിൽ നന്നായി വിശ്വാസമുണ്ട് എന്നൊരാൾക്ക് പറയണമെങ്കിൽ അത് എത്രമാത്രം ഇതിൽ കൂടെ കടന്നിട്ട് വേണം ആ വിശ്വാസം എടുക്കാൻ എന്നുള്ളത് ആരും അറിയുന്നില്ല. എൻ്റെ കുഞ്ഞിൻ്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ കുഴപ്പം? എന്തോ ഒരു മൂക്കിനൊരു കുഴപ്പം. അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി, ജീവനുള്ള ഒരു കുഞ്ഞിനെ കാണുന്നില്ല, നിങ്ങൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കാണുന്നില്ല, അവൾക്ക് ബ്രീതിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തേണ്ട കുഞ്ഞാണ്. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു. പിന്നെ അതെൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ എല്ലാവരും വന്ന് ഈ കുഞ്ഞിൻ്റെ മൂക്കിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ തന്നെ നോക്കുമ്പോൾ എൻ്റെ യേശപ്പച്ച, നീ അവൾക്ക് കൊടുത്ത മൂക്കല്ലേ, എല്ലാവരും ഈ മൂക്കിനെ ഒന്ന് പറയണേ. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. കാരണം മെൻ്റലി നമ്മളെ ഇമോഷണലി ഇതാക്കാണ്. എൻ്റെ കർത്താവേ, അപ്പോൾ അവൾ വളരുമ്പോൾ അതൊന്നും അവൾക്ക് പ്രയാസമായിട്ട് തീരല്ലേ. അങ്ങനൊരു മനസ്സിൽ എന്തേമേ മൂക്ക് വളരില്ലേ, വളർന്നു വരുമ്പോൾ ആ മൂക്ക് കുറച്ച് പൊന്തുന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അവൾക്ക് ഇമ്മ്യൂണൈസേഷൻ ഇഞ്ചക്ഷൻ എടുക്കാൻ, ഫസ്റ്റത്തെ ഇഞ്ചക്ഷൻ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തയുണ്ട് മൂക്കിൻ്റെ കഥ. അങ്ങനെ ഞാൻ ഇവളെയും പഠിച്ച മമ്മിയും കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരമ്മ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കാം. ആ കുഞ്ഞിനെ മൂക്കിൻ്റെ ഈ ഭാഗമില്ല, ചുണ്ടിൻ്റെ ഈ ഭാഗമില്ല, അങ്ങനത്തെ ഒരു കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തരട്ടെ. എൻ്റെ മമ്മി കണ്ട വഴിക്ക് പറഞ്ഞു, മോളെ നീ കണ്ട ആ കുഞ്ഞിനെ, നീയൊക്കെ എപ്പോഴും തന്നെ എന്തോരം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് എന്തുമാത്രം അനുഗ്രഹം തന്നിരിക്കുന്നേ. എൻ്റെ മോൾക്ക് മൂക്ക് പതിനാണെങ്കിൽ അതിനെ ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ട്, അതിനൊരു കേടുമില്ല. ഇങ്ങനത്തെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? സർജറി വേണം. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ മൂക്കും ഇതൊന്നുമില്ലാതെ എനിക്കൊരു കേടുമില്ലാത്തൊരു കുഞ്ഞിനെ തന്നിരിക്കുന്നത്.
അത് കാണിച്ചു തന്നതാ ദൈവം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയ പോലെ. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ആ മൂക്കിനെ കുറിച്ചിട്ട് ഇതുവരെ എനിക്ക് ഒരു ആവലാതിയില്ല. പക്ഷെ അവൾ വലുതാവാണ്. അപ്പം ഞാനിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ എവിടെയായാലും ഒരു പരിചയമില്ലാത്ത ഒരാളാണ് മസ്കറ്റിൽ വെച്ചിട്ട് ഒരു ലിഫ്റ്റിൽ കയറിയിട്ട് അയാൾ വന്നത് യു ഷുഡ് പ്രസ് ഹർ നോസ് എന്ന് പറയുന്നത്. ഒരു പരിചയമില്ല എനിക്ക്. അപ്പോൾ ആ മൂക്കുമിലേക്ക് ഒരു നോട്ടം എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ ചിലവർ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്ങേ വന്നിട്ടില്ല എന്ന്. ഇപ്പോൾ അവൾ വലുതായി കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചിൽ തന്നെ, എൻ്റെ ഡാഡിയുടെ ചർച്ചിൽ തന്നെ ഒരു ടീം ഈ അടുത്ത കാലത്ത് എൻ്റെ മോൾ അവിടെ പോയി. എന്തിനാ പോയി എനിക്ക് ഓർമ്മയില്ല. അപ്പം അവളുടെ മൂക്കിനെ ചൊല്ലി എന്താ നിൻ്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചിട്ട് നേരിട്ട് എൻ്റെ മോളോട് ചോദിക്കണം, എന്താ നിൻ്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കണേ, ഒരു ഇതില്ലല്ലോ. ഒരു മോളോട് പറയുന്ന ഒരു കാര്യം ഇത് ഞാനിതിൽ ഷെയർ ചെയ്യാതെ പറ്റില്ല. കാരണം എല്ലാവരും പെർഫെക്റ്റ് അല്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ടാവും. ആ കുറവ് ചൂണ്ടിക്കാണിക്കാൻ അർഹത ആർക്കുള്ളേ? എല്ലാം തികഞ്ഞവർക്ക്. എല്ലാം തികഞ്ഞവരല്ല ഈ ചൂണ്ടിക്കാണിച്ചവർ. അവരുടെ മകനെ കുഞ്ഞില്ല. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ലിസ്റ്റിൽ കുറേ പേർക്ക് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്. ആ ലിസ്റ്റിൽ പെട്ടവരാണ്. അവരുടെ മകന് കുഞ്ഞില്ല, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട്. അതെൻ്റെ മോള് വന്ന് പറഞ്ഞു. കണ്ണാടയിൽ നോക്കാം. അന്നത്തെ ദിവസം അൽമാരയിൽ കണ്ണാടയിൽ നോക്കിയിരിക്കുക. എന്തമ്മ എന്താ പൊന്നോ എന്ന് ചോദിച്ചു. കണ്ണാടയിൽ അങ്ങനെ നോക്കിയിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മൂക്കൊരു ഭംഗിയില്ല അല്ല അമ്മ, എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ മൂക്കുമ്മേന്ന്. ഞാൻ ചോദിച്ചു ആരെങ്ങനെ പറഞ്ഞേ? അപ്പം ഡാഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാഡി ഒന്നും പറഞ്ഞില്ല. എനിക്കതിൽ ഭയങ്കര ദേഷ്യമുണ്ട് എൻ്റെ ഡാഡി ഒന്നും പറയാത്തതിൽ. ഡാഡി ഇത് കേട്ടപ്പോൾ ഡാഡിക്ക് വായ തുറന്ന് പറയേണ്ടതാണ്. അങ്ങനെ മോള് പറഞ്ഞു എൻ്റെ മൂക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊരു അങ്കിള്. അവൾക്ക് ഫീലിംഗ് ആയി. വളരുന്ന കുഞ്ഞാണ്. 3 വയസ്സുള്ള കുട്ടിയോടല്ല പറഞ്ഞിരിക്കുന്നത്, 8 വയസ്സുള്ള കുഞ്ഞിനോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു പൊന്നോ, നിനക്ക് ദൈവം തന്ന മൂക്കാണ്. അമ്മയ്ക്ക് ഒരിക്കലും കുട്ടികളാവില്ല എന്ന് പറഞ്ഞ്, നോർമൽ കുട്ടികളാവില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല കുഞ്ഞിനെ ദൈവത്തിൻ്റെ മടിയിൽ നിന്ന് എടുത്ത് തന്നേക്കുന്ന കുഞ്ഞാണ് നീ. നീ ഒരു സ്പെഷ്യൽ കുഞ്ഞാണ്. ആ മൂക്ക് വേറെ ആർക്കും ഇല്ലല്ലോ. നിനക്കല്ല അങ്ങനത്തെ മൂക്ക് കിട്ടിയേ. അതല്ല എല്ലാവർക്കും കുശുമ്പുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനി അങ്ങനെ ചോദിക്കുന്നവരോട് ഒരൊറ്റ കാര്യം പറയുക, ഈ മൂക്ക് എനിക്ക് എൻ്റെ യേശു തന്നതാ. നിങ്ങൾ കളിയാക്കുകയാണെങ്കിൽ എൻ്റെ മൂക്കിനെല്ലാം കളിയാക്കുകയാണെങ്കിൽ എൻ്റെ യേശുപ്പച്ചനെ നിങ്ങൾ കളിയാക്കണേ. ഇത് തന്ന യേശുപ്പച്ചനെ നിങ്ങൾ കളിയാക്കണേന്ന് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി പൊന്നു. മൂക്കിലതിലൊന്നുമല്ല കാര്യം ഇരിക്കണേ. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളാവില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ തന്ന ദൈവമാണ് നിനക്ക് ആ മൂക്ക് തന്നിരിക്കുന്നത്. അത്രയും പവറിലാണ് ഞാനിപ്പോൾ അവളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഇത് എങ്ങനെ പോകുമെന്ന് എനിക്കറിയാം. വളരും തോറും എങ്ങനെ പോവും എന്ന് എനിക്കറിയാം. പെൺകുട്ടികളാണ്. പക്ഷേ ഞാൻ അവളെ അതുപോലെ തന്നെയാണ് ഞാൻ കോൺഫിഡൻസ് കൊടുത്ത് വളർത്താം. എൻ്റെ യേശു എനിക്ക് തന്ന അതേ കോൺഫിഡൻസ്. എൻ്റെ യേശു എനിക്ക് കോൺഫിഡൻസ് തന്നപ്പോൾ തന്നെയാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയണ പോലെ പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ കുറേ പേര് എന്നെ മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊക്കെ വിളിക്കാം. മോട്ടിവേഷണൽ സ്പീക്കറൊന്നുമല്ല ഞാൻ. എൻ്റെ കർത്താവിൻ്റെ വചനം പറയാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രവർത്തനം മാത്രം പറയാനുള്ള ഒരു സ്പീക്കറാണ് ഞാൻ. മറ്റുള്ളവർക്ക് ഞാൻ പറയുമ്പോൾ പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, സന്തോഷം. ബട്ട്
അതിൽ കൂടുതൽ എൻ്റെ യേശുവിനെ അംഗീകരിക്കുക. യേശു മാത്രമാണ് കർത്താവ് എന്ന് അംഗീകരിക്കുമ്പോഴാണ് എൻ്റെ വിജയം, എൻ്റെ കർത്താവിൻ്റെ വിജയം. അങ്ങനെ മൂക്കിൻ്റെ കഥ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ആ മൂക്കിനെ ചൊല്ലി ഇതുവരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ലൈഫ് ഫുൾ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ എനിക്ക് മസ്കറ്റിൽ പോയി. അപ്പം ഞാൻ മസ്കറ്റിൽ പോകുന്നതിന് മുമ്പ് ഞാൻ നല്ലോണം വണ്ണം വെച്ച് അപ്പോൾ വിചാരിച്ചു നമ്മൾ ഫുഡൊക്കെ കഴിയുമല്ലോ, പ്രസവം കഴിയുമ്പോഴുള്ള വണ്ണമെന്ന് വെച്ചു. അങ്ങനെ സംസാരിക്കാൻ വരെ ഒരു ചുണ്ടൊക്കെ ഇങ്ങനെ കോച്ചിൽ പോലെ ആയി തുടങ്ങി. അങ്ങനെ ഞാൻ മസ്കറ്റിൽ പോവാണ് പിറ്റേ ദിവസം. അപ്പോൾ ഒരു ഡാഡിയുടെ ആൻറ്റിയുടെ മോളുണ്ട്, അവരുടെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, നിനക്ക് ആൻറ്റി നേഴ്സായിരുന്നു, നിനക്ക് തൈറോയ്ഡ് എങ്ങനെയുണ്ട്, നീ സംസാരിക്കുമ്പോൾ ഒരു തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തിട്ട് പൊക്കോളോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു. ഞാൻ മസ്കറ്റിൽ പോയി പിറ്റേ ദിവസം. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മമ്മിയാണ് എല്ലാം ചെയ്തിരുന്നത്. എനിക്ക് കാര്യങ്ങളൊക്കെ ഡിലേ ആവുക. ഒരു കുറുക്കുണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും എനിക്ക് കൈയൊക്കെ കഴയ്ക്കുക. കുഞ്ഞ് കരഞ്ഞാൽ കുഞ്ഞിനെ വന്ന് എടുക്കുമ്പോഴേക്കും ടയേർഡാവുക. അങ്ങനെ നോക്കി വന്ന് പിടിച്ചപ്പോഴാണ് ആ റിസൾട്ട് വന്നത്. തൈറോയ്ഡ് എത്ര 215 എത്രയാണ് TSH ഒക്കെ കിടക്കുന്നത്. നല്ല തൈറോയ്ഡ്. വേഗം പാക്ക് ചെയ്തു. ഞാനും മോളും തിരിച്ചു വന്നു. വെല്ലൂരിൽ പോയി. തൈറോയ്ഡ് വന്നു. അപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു, അടുത്തതായല്ലോ. അങ്ങനെ തൈറോയ്ഡിൻ്റെ മെഡിസിൻ ലൈഫ് ലോങ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് മസ്കറ്റിൽ പോയപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിലുള്ള പ്രയർ, ഞങ്ങളുടെ ചർച്ച് അവിടെ ഇല്ല. അപ്പോൾ എല്ലാവരും ആഗ്രഹമാണല്ലോ, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ രീതിയിലുള്ള ചർച്ച് കുർബാനയൊക്കെ കാണാൻ ആഗ്രഹം. അപ്പം അത് പണ്ട് വലിയ തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്ന്, ആ ഫോർമാലിറ്റീസൊക്കെ നടന്ന് ഞങ്ങളുടെ യോഹന്നാൻ തിരുമേനി എന്ന് പറയുന്ന തിരുമേനി വന്ന് അവിടെ ഫസ്റ്റ് ഒരു കുർബാന നടക്കുകയാണ്. അപ്പം ഞാനില്ല, ഞാൻ എൻ്റെ ഭാഗ്യക്കേട് കൊണ്ട് അത് നടക്കുന്ന സമയത്ത് ഞാൻ ഈ തൈറോയിഡിൻ്റെ പ്രശ്നം കാരണം ഞാൻ നാട്ടിൽ പോയി. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പാരൻസിനെയും കൊണ്ടാണ് വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറാൻ കുറച്ച് സമയമെടുക്കും, വീക്കാണ്, പിന്നെ മാറി നിൽക്കണ്ടേ. ചേട്ടനെ മാറി കുഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ അതിൻ്റെ അപ്പനിൽ നിന്ന് മാറ്റി നിർത്തണ്ടേ, അങ്ങനൊരു ചിന്ത. അങ്ങനെ ഡാഡീനെയും മമ്മീനെയും കൊണ്ടുവന്നു ഞാൻ വന്നു. മോള് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പണ്ട് മുതലേ അവൾ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അമ്മ എന്നെ എപ്പോഴും വേണമെന്നില്ല. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഞാനും ചേട്ടനും ആഗ്രഹിച്ച രീതിയിൽ കുർബാന, ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ സഭയിലത്തെ ആൾക്കാർ കുറേ പേര് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാനും, ഞങ്ങൾക്ക് നമ്മളൊരു തൃശ്ശൂരിലുള്ള ആൾക്കാരെല്ലാവരും കൂടുമ്പോൾ എങ്ങനെയിരിക്കും അതുപോലത്തെ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുവാനും, അങ്ങനെയുള്ള ഒരു പ്രയർ, ആരാധന, ബൈബിൾ റീഡിങ്, ബൈബിൾ ക്ലാസ് എല്ലാം തുടങ്ങാൻ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങി അവിടെ. അത് ഞാനും ഫ്രാൻസേട്ടനും ഉള്ളപ്പോൾ തന്നെയാണ്, ഫ്രാൻസേട്ടൻ തന്നെയാണ് തുടക്കത്തിലെ കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ട് നിന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ പറയല്ല, എല്ലാവർക്കും ഉണ്ടാവും എല്ലാവരുടെ കാര്യങ്ങളിപ്പം. മോളുടെ കാര്യം ഞാൻ പറഞ്ഞു, മോള് സ്പെഷ്യലായിരുന്നു, എടുത്തപ്പോൾ എനിക്ക് സ്പെഷ്യലായി തോന്നി. അതെല്ലാവർക്കും ഉള്ളതാണെന്ന് എനിക്കറിയാം. അതുപോലെ ഓരോരുത്തരുടെ ഹസ്ബൻഡിനെ പറ്റി സംസാരിക്കുമ്പോൾ അതും അതെ. ഞാൻ എൻ്റെ കാര്യമാണല്ലോ ഇപ്പോൾ പറയുന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പറ്റി പറയാം.
ആള് ഇത്രയും കാര്യങ്ങൾ, കുഞ്ഞുണ്ടായത് ലാസ്റ്റാണല്ലോ, ഒരിക്കൽ പോലും എന്നെ തള്ളി പറഞ്ഞിട്ടില്ല. ഒരു കുട്ടിയാവാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അസുഖം വന്നിട്ടോ, കുട്ടികളുണ്ടാവില്ല, നോർമൽ ബേബി ആവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് കൂടെ എനിക്ക് എൻ്റെ വൈഫിനെ തിരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഡോക്ടർ എനിക്ക് ഇവളില്ലാണ്ട് പറ്റില്ല. അത്ര മതി. അതിൽ കൂടുതൽ നമ്മൾ നോക്കുക, എല്ലാവർക്കും കുറവുകളുണ്ട്. കാരണം കുഞ്ഞുങ്ങളില്ല, എത്രയോ എളുപ്പത്തിൽ ഇനി പൈസ എന്തോ മാത്രം ചിലവാക്കണം. ഇതെനിക്കൊരു ഭാരമാണെന്ന് തോന്നിച്ച് നമ്മൾ ഉപേക്ഷിച്ച് കളയാൻ അധിക നിമിഷം വേണ്ട. എന്നെ ചേർത്ത് പിടിച്ച സമയങ്ങളാണ്. എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തരും. ആൾ വന്നാൽ എന്താ പറയുക, നമ്മൾ വിചാരിക്കില്ലേ ഇന്ന് സ്കാൻ ചെയ്യാൻ, ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുമെങ്കിൽ അന്നത്തെ ദിവസം സ്കാനിങ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ട് ആൾക്ക്. ആൾ ചെന്ന് സംസാരിച്ച്, അവിടെ ആരെങ്കിലും സംസാരിച്ച് അതങ്ങനെ നാക്കൽ, അത് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം. അപ്പം ഞാനും ചേട്ടനും കുഞ്ഞും, അപ്പം അത് ഞാൻ ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞത്. ഞാനവിടെ കിടക്കുമ്പോൾ ജസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ട് 2 months എന്തായിട്ടുള്ളൂ. ലേഡിക്ക് ക്യാൻസർ ലുക്കീമിയ എന്ന് അറിഞ്ഞപ്പോൾ അതിൻ്റെ ഹസ്ബൻഡ് അതിനുപേക്ഷിച്ച് പോവാണ്. അപ്പം അതിനെ ചൊല്ലി അവിടെ കരച്ചിലും ബഹളമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഹസ്ബൻഡുമാർ ഭാര്യമാരെ നോക്കുന്നവരും നല്ലോണം നോക്കുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ചേട്ടൻ എന്ന് വിളിക്കാം, നല്ലോണം എൻ്റെ കാര്യങ്ങളിൽ ഒരു കുറവും വരുത്താതെ എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി തരാറുണ്ട്. ഞാൻ പ്രത്യേകിച്ച് കല്യാണമായപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഗൾഫുകാരെ വേണ്ട, ഞാൻ തൃശ്ശൂർ വിട്ടു പോവില്ല, ഗൾഫുകാരെ വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. ഗൾഫുകാരെ തന്നെ തന്നു ദൈവം. എൻ്റെ പുറകിലുള്ള ആ ഒരു കാര്യങ്ങൾ പിന്നീട് നമ്മൾ അറിയുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ വന്നു, എന്തുകൊണ്ട് പുറമേയുള്ള ജോലിയുള്ള ആൾ നിന്നെ കെട്ടി, എന്തുകൊണ്ട് നിങ്ങൾക്ക് പൈസ ലഭിക്കാൻ പറ്റി, ആ കമ്പനിയിൽ ആൾ വർക്ക് ചെയ്യണമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊരു ഒരു ചേട്ടൻ ഉണ്ടാവണമായിരുന്നു. ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു അനിയൻ, ചേട്ടൻ, ഒരു ബ്രദർ ഉണ്ടെങ്കിൽ എന്തുമാത്രം ഞങ്ങൾ ചേട്ടന്മാരെ മിസ് ചെയ്യുന്നത്. അതിനുള്ള ഉത്തരം ഇപ്പോഴാണ് കിട്ടുന്നത്. ഇന്ന് ചേട്ടൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ പറയാറുണ്ട്. ഇപ്പം ഞാനും എൻ്റെ അനിയത്തിയും സംസാരിക്കുന്നത്, അങ്ങനെ ഒരു ചേട്ടനുണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. സ്നേഹബന്ധത്തിൽ നല്ല സ്നേഹത്തിലിരിക്കുന്നവരുണ്ടാവും. എന്നാലും ഞാൻ പറയാം, എനിക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനൊരു ഫ്രീ ആയിട്ട് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഫുള്ളായിട്ട് നോക്കാൻ എന്ന അവസ്ഥയിൽ പറ്റില്ല. ഒരു ബ്രദർ ഉണ്ടെങ്കിൽ, ആ ബ്രദറിൻ്റെ ഫാമിലി ഉണ്ടെങ്കിൽ പറ്റില്ല. എൻ്റെ ഫാദർക്കും മദറിനൊക്കെ ലിമിറ്റ് വരും. ചിലവർ കുഴപ്പമില്ല കേട്ടോ, എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾ പറയാണ്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഫ്രീ ആണ് ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ പാരൻസ്. ഞാനങ്ങനെ അസുഖമായിട്ട് വന്ന് നമ്മൾ സ്ഥിരം നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ, ദൈവം എല്ലാം ത്തിനും ഉത്തരം തന്നുകൊണ്ടിരിക്കുക. അതിന് അന്നിങ്ങനെ പറഞ്ഞതിൻ്റെ അത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യം വരുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയൊക്കെ ആയിട്ട് നടക്കാണ്. അങ്ങനെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയി. ഞങ്ങൾ അപ്രേം തിരുമേനി ഞങ്ങൾ വന്നിരുന്നു.
നല്ല ഭംഗിയായിട്ട് ദൈവം അനുഗ്രഹിച്ച് അത് ഭംഗിയായിട്ട് നടത്താൻ പറ്റി. അന്നത്തെയൊക്കെ അന്നൊക്കെ ഒരു അസുഖമില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇത്രയും സിറ്റുവേഷനിലൂടെ കടന്ന ആളാണെന്ന് ആരും പറയില്ല, ഒരാളും പറയില്ല. അത്രമാത്രം ഞാൻ മാറിയിരുന്നു. അങ്ങനത്തെ ഒരു ലൈഫിൽ ഞങ്ങളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നും ഞാൻ പാട്ടുകൾ വയ്ക്കും വീട്ടിൽ, യൂട്യൂബ് ഓണാക്കി യേശുവിൻ്റെ പാട്ടുകൾ വയ്ക്കും. അപ്പം മോള് ഞാൻ വളർന്നു തുടങ്ങി. അങ്ങനെ അവളെന്നും കേട്ടു തുടങ്ങി ഈ പാട്ടുകൾ. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ പാട്ടുകൾ, യേശുവിൻ്റെ പാട്ടുകളൊക്കെ കേട്ടാൽ വളരുന്നേ. അപ്പോൾ പ്രയർ എത്തിക്കാനൊക്കെ പഠിപ്പിച്ചു തുടങ്ങി ഞാൻ. അവള് ഞാൻ ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളൊരു ഫ്ലാറ്റിലല്ലേ, അപ്പോൾ ആ ഒരു ഇതിൽ. പക്ഷേ എൻ്റെ മോൾക്ക് എൻ്റെ പരിമിതികളറിയാം. എൻ്റെ കാലുമലൊക്കെ സർജറി കഴിഞ്ഞ് അമ്മ അതെന്താന്നൊക്കെ ചോദിച്ച് ഞാനെല്ലാം പറഞ്ഞു കൊടുക്കും. ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞു കൊടുക്കും. മോളെ, എൻ്റെ സ്റ്റോറി എപ്പോഴും ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നിന്നെ എനിക്ക് യേശു തന്നതാ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവൾക്കൊരു പ്രത്യേക കഴിവ് ഞങ്ങൾ കണ്ടത് ഡ്രോയിങ്, പടം വരയ്ക്കും. മിക്ക കുട്ടികളും പടം വരയ്ക്കും, ഒരു കഴിവുണ്ട്. പിന്നെ ഡാൻസ് ചെയ്യും, പാട്ട് പാടും. ഒരു കുഴപ്പമില്ല. പോയിൻ്റ് ഇതാണ് പറഞ്ഞത്, നോർമൽ ബേബി ഒരിക്കലും ഉണ്ടാവില്ല, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞ എൻ്റെ മോളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അവൾ നല്ല പാട്ടുകാരിയാണ്, കലാകാരിയാണ്, എല്ലാം തികഞ്ഞതാണ്. യേശുവിൻ്റെ കാര്യത്തിൽ മുൻപിട്ട് നിൽക്കണോളാം. അത്രയ്ക്കും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാണ് അവളിലൂടെ. അങ്ങനെ അവൾ വലുതായി. ഒരു 3 വയസ്സൊക്കെ ആയപ്പം 3 വയസ്സ് ഒക്കെ ആയി പ്ലേ സ്കൂളിൽ വിടും. പ്ലേ സ്കൂളിലൊക്കെ പോയി വരും. അപ്പോൾ അവൾക്ക് ഒരു ഇൻഫെക്ഷൻ പോലെ വന്നു തുടങ്ങി. മൂക്കിൽ നിന്ന് തിക്കായിട്ട് ഇതുവരെ ഡിസ്ചാർജ് വരെ. അപ്പം ഞങ്ങളുടെ ക്ലൈമറ്റ്, ഞങ്ങളുടെ അന്തരീക്ഷം ഇതൊക്കെയാണോ എന്ന് വിചാരിച്ചു. അത് പിന്നെ കൂടി തുടങ്ങി. കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ അറപ്പ് തോന്നിക്കും. അറപ്പ് മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ മോള് പെട്ടെന്നായിരിക്കും ഇങ്ങനെ നിന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ചീറ്റ് കാണുമ്പോൾ ഭയങ്കര സങ്കട. എല്ലാവരും എന്ന് കാണിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ. ഞാൻ വളരെ വിഷമിച്ചിട്ടുണ്ട്. കാരണം മറ്റുള്ളവരുടെ എക്സ്പ്രഷൻ നമുക്ക് കാണാം, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അറിയാലോ അങ്ങനത്തെ ഇത് കാണിക്കുമ്പോൾ. അപ്പോൾ കുഞ്ഞിന് സ്കൂളിൽ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. ഇത് കൂടുതലുള്ള ദിവസം വിടില്ല, ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ യോഹന്നാൻ തിരുമേനി വന്നപ്പം പറഞ്ഞു, ഹോമിയോ കാണിക്കണം, നിങ്ങൾ ഹോമിയോയിൽ നല്ല മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞ് തിരുമേനി പറഞ്ഞതനുസരിച്ചിട്ട് തന്നെയാണ്. നാട്ടിലെത്തിയപ്പോൾ ഞങ്ങളൊരു ഹോമിയോ ഡോക്ടറെ കാണിച്ചു. ഹോമിയോ ഡോക്ടറെ കാണിച്ച് ഹോമിയോൻ്റെ മെഡിസിൻസ് എടുത്തു തുടങ്ങി. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയി തുടങ്ങി. ഒരാൾ 2 മാസമാണ് പറഞ്ഞത്. 2 months കഴിഞ്ഞപ്പോഴേക്കും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയി തുടങ്ങി. അപ്പോൾ അതിലിടയിൽ ഈ കുട്ടി ഇങ്ങനെ മൂക്കിൽ നിന്ന് ഡിസ്ചാർജ് വരുമ്പോൾ കുറേ കുട്ടികളുടെ ഇടയിലായിരിക്കും ഇവള്. അതിലെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുണ്ട്, കാട്രിയൻ. അവൾ മാത്രമാണ് ടിഷ്യൂ വെച്ചിട്ട്, ആൻറ്റി
ടിഷ്യൂ വെച്ചിട്ട് മൂക്ക് അവളത് മാറ്റുന്ന ഒരു കുട്ടീനെ ഞാൻ കണ്ടിരിക്കുന്നു, ഒരു അറപ്പും കൂടാതെ. എൻ്റെ മോളുടെ കാര്യം അവൾ നോക്കിയിരുന്നു. ബാക്കി എല്ലാ കുട്ടികളും അറപ്പോടു കൂടി നിൽക്കുമ്പോൾ അവളെക്കാളും ഇഷ്ടപ്പെട്ട മക്കൾ ചുറ്റും നിൽക്കുമ്പോഴാണ് ഈ മോള് കാഡ്രിയർ അവളുടെ ആ മൂക്കിൽ നിന്ന് വരുന്നതൊക്കെ ഒരു കുട്ടി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂലായാലും എന്തിലായാലും അതെടുക്കാന്ന് പറയണത് അതൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്, കർത്താവിനെ അറിഞ്ഞു വളരുന്ന മക്കളാണ്. മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യാസമുള്ള കുട്ടികളെ നമുക്കറിയാൻ പറ്റും. അപ്പം അത്രയും എൻ്റെ മോള് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അത് ദൈവം കണ്ടു. ഹോമിയോ മെഡിസിനിലൂടെ നല്ലൊരു മാറ്റം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ വെല്ലൂർ വന്നു. ഇനി ഇവൾക്ക് എന്താണ് എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ ഞാനും ഹസ്ബൻഡും മോളെയും കൊണ്ട് വന്നപ്പോൾ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് എൻഡോസ്കോപ്പി എന്ന് പറയാൻ പറ്റില്ല, മൂക്കിൻ്റെ ഉള്ളിൽ കൂടെയുള്ള എന്തോ ഒരു സ്കോപ്പി, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ട് ക്യാമറ ഇടുന്ന ഒരു സ്കോപ്പ്, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. കാരണം അഡിനോയിഡ് ഉണ്ടോ എന്നറിയണം, മൂക്കിന് എന്താണ് പ്രശ്നമെന്നറിയണം. അവൾക്ക് 4 വയസ്സ് കഷ്ടിച്ചാവണുള്ളൂ. ഇതിക്ക് മുമ്പ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്, ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തത് 2 നമ്പർ കഴിഞ്ഞ് ഞങ്ങളുടെയാണ്. അപ്പം അതിക്ക് മുമ്പുള്ള 2 കുട്ടികളുടെ മൂക്കിൽ ഈ സംഭവം ഇടുമ്പോൾ കുട്ടികൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ഓളിട്ട് കരയുന്നതും തട്ടി മാറ്റണതും ഡോക്ടറെ അടിക്കണതൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. ഞാനപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ മോള് വലിയൊരു പ്രയാസത്തിൽ കൂടെയൊക്കെയല്ലേ പോകുന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മോളെ. എന്നിട്ട് അവളോട് പറഞ്ഞു, പൊന്നു നന്നായി അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടാ, മോൾ കരയണ്ട, മോൾക്കൊന്നും വരില്ല, യേശു ഉണ്ട് കൂടെ, അമ്മയുണ്ട് അപ്പയുണ്ട്, നമ്മുടെ കൂടെ കർത്താവുണ്ട്, മോൾ ഇരുന്നോളോട്ടാ, നല്ല മോളായിട്ട് ഇരുന്നോളോട്ടാന്ന് പറഞ്ഞു. എൻ്റെ മോൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡെൻറ്റിസ്റ്റൊക്കെ കിടത്തണ പോലത്തെ ആ ഒരു ഇതിൽ ചെയറിൽ കിടക്കണം. അപ്പോൾ ഡോക്ടർ മലയാളിയാണ്, വെല്ലൂർ ഡോക്ടർ. വന്നിട്ട് ഇത് ഇട്ടേ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അവരൊന്ന് ഇവിടെ മൂക്കിൻ്റെ അവിടെ ഒരു ലോക്കൽ ഒരു സ്മെല്ല് പോലെ പഞ്ഞി വെച്ചു.